അച്ഛന് പ്രായമായി. നടക്കുമ്പോൾ മതിലിലും ഭിത്തിയിലും പിടിച്ചു നടക്കും. തൽഫലമായി അച്ഛൻ തൊടുന്നിടത്തെല്ലാം ചുവരുകൾ നിറം മാറുകയും ചുവരുകളിൽ അച്ഛൻ്റെ വിരലടയാളം പതിയുകയും ചെയ്തു. എൻ്റെ ഭാര്യ ഇത് കണ്ടുപിടിച്ചു. വൃത്തികെട്ടെന്ന് അവൾക്ക് മാത്രം തോന്നിയ ചുവരുകളെക്കുറിച്ച് പലപ്പോഴും പരാതിപ്പെടുമായിരുന്നു. ഒരു ദിവസം അച്ഛന് തലവേദന വന്നു. അതുകൊണ്ട് അദ്ദേഹം തലയിൽ കുറച്ച് എണ്ണ മസാജ് ചെയ്തു. എണ്ണമയമുള്ള കൈ തൊട്ട് നടക്കുമ്പോൾ ചുവരുകളിൽ എണ്ണപ്പാടുകൾ പ്രത്യക്ഷമായി. ഇത് കണ്ട ഭാര്യ എന്നോട് നിലവിളിച്ചു പറഞ്ഞു, നടക്കുമ്പോൾ അച്ഛനോട് ചുവരുകളിൽ തൊടരുതെന്ന് പറയാൻ. തുടർന്ന് ഞാൻ അച്ഛനോട് കയർക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്തു. അച്ഛൻ വേദനയോടെ എന്നെ നോക്കി. എൻ്റെ പെരുമാറ്റത്തിൽ എനിക്കും ലജ്ജ തോന്നി. പക്ഷേ അച്ഛനൊന്നും പറഞ്ഞില്ല. നടക്കുന്നതിനിടയിൽ അച്ഛൻ മതിലിൽ പിടിച്ചു നിന്നു. പിന്നെ ഒരു ദിവസം താഴെ വീണു. കിടപ്പിലായ അദ്ദേഹം താമസിയാതെ ഞങ്ങളെ വിട്ടുപോയി. എനിക്ക് കുറ്റബോധം തോന്നി. അച്ഛൻ്റെ ഭാവങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. താമസിയാതെ അദ്ദേഹത്തിൻ്റെ വിയോഗം എനിക്ക് കൂടുതൽ വേദനയുണ്ടാക്കി. കുറച്ചു കാലത്തിന് ശേഷം വീട് പെയിൻറ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പെയിൻറ് ചെയ്യുന്നവർ വന്നപ്പോൾ മുത്തച്ഛനെ ആരാധിക്കുന്ന എൻ്റെ മകൻ അച്ഛൻ്റെ വിരലടയാളം വൃത്തിയാക്കാനും ആ ഭാഗങ്ങൾ മായ്ക്കാനും പെയിൻറ് ചെയ്യുന്നവരെ അനുവദിച്ചില്ല. അവർ വളരെ നല്ലവരും പുതുമയുള്ളവരുമായിരുന്നു. അവർ എൻ്റെ പിതാവിൻ്റെ വിരലടയാളങ്ങൾ നീക്കം ചെയ്യില്ലെന്നും പകരം ഈ അടയാളങ്ങൾക്ക് ചുറ്റും മനോഹരമായ ഒരു വൃത്തം വരച്ച് തനതായ ഒരു ഡിസൈൻ സൃഷ്ടിക്കുമെന്നും അവർ അവന് ഉറപ്പു നൽകി. പിന്നീട് അച്ഛൻ്റെ കൈമുദ്ര പതിഞ്ഞ ചുമരിലെ വൃത്തം ഞങ്ങളുടെ വീടിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. ഞങ്ങളുടെ വീട് സന്ദർശിക്കുന്ന ഓരോ വ്യക്തിയും ഞങ്ങളുടെ അതുല്യമായ രൂപകൽപ്പനയെ അഭിനന്ദിച്ചു. കാലം ചെല്ലുന്തോറും എനിക്കും വയസ്സായി. ഇപ്പോൾ എനിക്ക് നടക്കാൻ മതിലിൻ്റെ താങ്ങ് ആവശ്യമായിരിക്കുന്നു. ഒരു ദിവസം നടക്കുമ്പോൾ ഞാൻ ഓർത്തു അച്ഛനോടുള്ള എൻ്റെ വാക്കുകൾ. മതിലിൽ പിടിക്കാതെ ഞാൻ നടക്കാൻ ശ്രമിച്ചു. എൻ്റെ മകൻ ഇത് കണ്ട് ഉടനെ എൻ്റെ അടുത്ത് വന്ന് നടക്കുമ്പോൾ മതിലുകളിൽ പിടിച്ചു നടക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. താങ്ങില്ലാതെ ഞാൻ വീഴുമോ എന്ന ആശങ്ക അവൻ പ്രകടിപ്പിച്ചു. എൻ്റെ മകൻ എന്നെ പിടിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ചെറുമകൾ ഉടൻ തന്നെ മുന്നോട്ട് വന്ന് സ്നേഹപൂർവ്വം അവളുടെ തോളിൽ കൈവച്ച് നടക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ഏതാണ്ട് നിശബ്ദമായി ഉള്ളിൽ കരയാൻ തുടങ്ങി. എൻ്റെ പിതാവിന് വേണ്ടി ഞാൻ ഇത് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം കൂടുതൽ കാലം ജീവിക്കുമായിരുന്നു. എൻ്റെ കൊച്ചുമകൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി സോഫയിലിരുത്തി. ഞാൻ തിരികെ എൻ്റെ റൂമിൽ വന്ന് കരയാൻ തുടങ്ങി. ഇന്നില്ലാത്ത എൻ്റെ അച്ഛനോട് ഞാൻ ക്ഷമ ചോദിച്ചു. കാലത്തിനനുസരിച്ച് നാമും വൃദ്ധരാകുന്നു. നമുക്ക് നമ്മുടെ മുതിർന്നവരെ പരിപാലിക്കാം. നമ്മുടെ കുട്ടികളെയും അത് പഠിപ്പിക്കാം.